ഹലോ, അസ്സലാമലൈക്കും. പിന്നെ എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ? അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ള ഈ ഒരു സ്റ്റോൺ ചെയിൻ വെച്ചിട്ട് അടിപൊളി ഒരു ബോ ഉണ്ടാക്കുന്നതിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് നമ്മളിന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ തന്നെ നമ്മൾ കറക്റ്റ് അളവ് കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോസ് ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് 2 കളറിലാണ് അപ്പോൾ നമ്മൾ വെട്ടുന്നത്. അതിൽ മെറൂണ്. അപ്പോൾ വീതി നമ്മൾ എടുത്തിട്ടുള്ളത് 9ഉം ഇങ്ങോട്ട് താഴത്തേക്ക് ഇട്ടുള്ള നീളം 11ആണ്. ഞാനത് സ്പീഡാക്കി എന്നുള്ളതാണ്. അതാണ് ഞാൻ ഇന്ന് വോയിസ് കൊടുക്കാൻ തന്നെ കാരണം അതാണ്. കാരണം മ്യൂസിക് ആവുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് റെഡ് കളറിൽ 2 പീസ്, അതായത് വലിയ പീസ് വീതി 9ഉം അതുപോലെ തന്നെ നീളം 11. അപ്പോൾ അതിൽ തന്നെ ചെറിയൊരു പീസിലും അപ്പോൾ അതിൽ തന്നെ നമുക്ക് ചെറിയൊരു അളവിൽ ചെറിയൊരു പീസും വേണം. അതായത് വലിയ അളവിനേക്കാൾ 2 ഇഞ്ച് കൂട്ടിയിട്ടാണ് നമ്മൾ ചെറിയ ഒരു പീസും എടുക്കേണ്ടത്. കാരണം 2 ലെയറിലാണ് നമ്മൾ ഈ ഒരു ഫ്ലവർ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഏകദേശം ഇതിൻ്റെ അളവ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത്. അതായത് വലിയ പീസിൻ്റെ അളവിനേക്കാൾ 2 ഇഞ്ച് കുറച്ചിട്ടാണ് നമ്മൾ ചെറിയ പീസ് എടുക്കേണ്ടത്. ഇനി നമ്മൾ ഈ ഒരു വീഡിയോസിൽ കാണുന്ന പോലെ തന്നെ സെൻറ്റർ ഭാഗം മടക്കിയിട്ട് നമ്മളവിടെ ഒരു അടയാളം വെക്കുക. എന്നിട്ട് നമ്മുടെ കയ്യിൽ ഗ്ലൂ ഉണ്ടെന്നുണ്ടെങ്കിൽ ഗ്ലൂ അറ്റാച്ച് ചെയ്തിട്ട് അവിടുന്ന് ഇങ്ങോട്ടും അതുപോലെ തന്നെ ഇവിടുന്ന് അങ്ങോട്ടും മടക്കി കൊടുക്കുക. അപ്പോൾ വളരെ സിമ്പിളാണ്. അപ്പോൾ നമ്മൾ കൂടുതലും ഇങ്ങനെ മ്യൂസിക് ഇട്ട് പോയി കഴിഞ്ഞാൽ ആർക്കും മനസ്സിലാവണമെന്നുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിതിൽ ഡീറ്റെയിൽ ആയിട്ട് ഇതിലെ അളവ് കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു തരുന്നത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം നിങ്ങൾ ചെയ്തെടുക്കാൻ. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ലെയറും ഇതേപോലെ ഗ്ലൂ അറ്റാച്ച് ചെയ്തിട്ട് ഇതേപോലെ മടക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതേപോലെ തന്നെയാണ് നമ്മൾ 2 പീസും നമ്മൾ ചെയ്തിട്ടുള്ളത്. ഒരു കാപ്പി കളറ് മെറ്റീരിയൽസും അതുപോലെ തന്നെ മെറൂൺ മെറ്റീരിയൽസുമാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ പിന്നെ നമുക്കെല്ലാവർക്കും അറിയാമല്ലോ ഫ്ലവർ മടക്കിയിട്ട് അത് ഉണ്ടാക്കാൻ. അപ്പോൾ അതൊന്നും ഞാൻ ഈ വീഡിയോസിൽ കാണിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ ഇതിൻ്റെ സെൻറ്ററിൽ അതിങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ഉണങ്ങുന്ന നേരം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യുക, സ്റ്റോൺ ചെയിനാണ് ഇനി നമ്മുടെ മെയിൻ ആവശ്യം. അപ്പോൾ ഇതേപോലെ നമ്മൾ ഈ ഒരു വീഡിയോസിൽ കാണുന്ന പോലെ സ്റ്റോൺ ചെയിന് കയറ്റിറക്കത്തിൽ വേണം നമ്മളൊരു സ്റ്റോൺ ചെയിൻ കുറച്ച് ഇറക്കാണെങ്കിൽ രണ്ടാമത്തെ സ്റ്റോൺ ചെയിന് കുറച്ചൊരു ഇറക്കക്കുറവിൽ അങ്ങനെയാണ് നമ്മൾ ചെയ്തെടുക്കേണ്ടത്. കണ്ട ഈ ഒരു മോഡലിലാണ്. ഇനി നമ്മളവിടെ ബോർഡ് ഈ ഒരു സൈഡിൽ ഗ്ലൂ അറ്റാച്ച് ചെയ്തിട്ട് അവിടെ നമ്മൾ എന്ത് ചെയ്യുക, ഈ സ്റ്റോണ് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു വീഡിയോസിൽ നിങ്ങൾ കാണുന്ന അതേപോലെയാണ് ചെയ്തെടുക്കേണ്ടത്. കണ്ട ഇതവിടെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ട് ശേഷം അതിൻ്റെ ഉള്ളിൽ കൂടെ വേണം പിന്നെ നമ്മൾ ആ ഒരു ബെൽറ്റ് പോലത്തെ സാധനം നമ്മൾ ഇടുമല്ലോ, അത് അതിൻ്റെ ഉള്ളിൽ കൂടെ വേണം നമ്മൾ ഇട്ട് കൊടുക്കാൻ. അപ്പോൾ അതവിടെ നന്നായി പ്രസ്സായിട്ട് ഇരുന്നോളൂ. ബാക്കി വരുന്ന ഭാഗത്ത് നമ്മൾ ഗ്ലൂ ഒട്ടിച്ചിട്ട് കൊടുക്കുക. കണ്ട അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മൾ ഈ ഒരു മെറൂൺ നമ്മൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ വളരെ സിമ്പിളാണ്. അപ്പോൾ തുടക്കക്കാർക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വോയിസ് ആയിട്ട് തന്നെ കൊടുത്തത്. അപ്പോൾ ഒരുപാട് പേര് ഇതിൻ്റെ അളവ് കാര്യങ്ങളൊക്കെ പറയുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അളവ് കാര്യങ്ങളൊക്കെ പറയണത്. അപ്പോൾ ഇതുപോലെ നമ്മൾ ഹോൾസെയിലായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക. നമ്മൾ ബൾക്കായിട്ട് ഷോപ്പുകളിലേക്കും അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് കസ്റ്റമറും ഒരുപാട് പേര് എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളോട് വാട്സപ്പിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിനനുസരിച്ചിട്ട് ഹോൾസെയിൽ റേറ്റിനാണെങ്കിലും റീറ്റെയിലായിട്ടാണെങ്കിലും നിങ്ങൾക്ക് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. അപ്പോൾ എങ്ങനെയാണ് വേണ്ടത് വെച്ചെങ്കിൽ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഓർഡർ എടുക്കാവുന്നതാണ്. അതിന് നമ്മൾ ബാക്കി വരുന്ന സ്റ്റോണ് നമ്മൾ സെൻറ്ററിൽ കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നിർബന്ധമില്ല, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം അതിങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ എനിക്കതൊരു ഭംഗി തോന്നിയപ്പോൾ ഞാൻ ബാക്കി വന്ന സ്റ്റോണ് അങ്ങനെ സെൻറ്ററിൽ കൂടെ വെച്ച് കൊടുത്ത്. അപ്പോൾ അതുപോലെ നിങ്ങളും ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നമുക്ക് നല്ല സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഈ 2 ബോ. അപ്പോൾ ഇതുപോലെ സ്റ്റോൺ വെച്ചതാണെങ്കിലും എല്ലാം നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ തരുന്നതാണ്. പിന്നെ ഇനി നമ്മൾ ഒരുപാട് മെറ്റീരിയൽസിന് ഓർഡർ കൊടുത്തിട്ടുണ്ട്. എല്ലാം ഓൺ ദ വേ ആണ്. വന്നതിന് ശേഷം നമ്മൾ വീഡിയോസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മളോട് വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. നിങ്ങൾക്ക് ബൾക്കായിട്ടും എങ്ങനെ വേണമെങ്കിലും നമ്മുടെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്യാം.